നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. കുട്ടികളിലും മുതിർന്നവരിലും പ്രായമായവരിലും അനുഭവപ്പെടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കേൾവിക്കുറവ്. കേൾവിക്കുറവിന്റെ കാരണങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളുമാണ് ഇന്ന് സാമൂഹ്യ പാഠത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാൻ നമ്മുടെ കൂടെ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് ഓഡിയോളജിസ്റ്റായ സലിമോൻ ജോസഫ് സാറാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ, പരിപാടിയിലേക്ക് സ്വാഗതം. സർ, എല്ലാ പ്രായക്കാരിലും ഒരുപോലെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് കേൾവിക്കുറവ്. അപ്പൊ കേൾവിക്കുറവിന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് വിശദമാക്കാമോ? തീർച്ചയായിട്ടും. കേൾവിക്കുറവ് കുട്ടികളിൽ മുതൽ പ്രായമായവരിൽ വരെ അനുഭവപ്പെടുന്ന ഒരു ഇതാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. കുട്ടികളിലുണ്ടാകുന്ന കേൾവിക്കുറവ് ജനറ്റിക് ആയിട്ട് പ്രോബ്ലങ്ങൾ, ഇപ്പം കൊച്ചിന്റെ അപ്പനോ അമ്മയ്ക്കോ കേൾവിക്കുറവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കേൾക്കാൻ പാടില്ല എങ്കിൽ അത് ജനറ്റിക് ആയിട്ട് കുട്ടികളിലോട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പല പല സിൻഡ്രോംസ് ഉണ്ട്. കണക്ഷൻ 26 ഇങ്ങനെ പല പല സിൻഡ്രോം, ഡൗൺ സിൻഡ്രോം, ഇങ്ങനെ പല സിൻഡ്രോംസ് ഉള്ള കുട്ടികൾക്ക് കേൾവിക്കുറവുണ്ടാകും. പിന്നെ പ്രായമായവരില് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത് ചെവിയുടെ ഉൾഭാഗത്തുള്ള പ്രശ്നം കൊണ്ടുണ്ടാകുന്ന, അതായത് കോക്ലിയയിലും ഹിയറിംഗ് നെർവിലും ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കേൾവിക്കുറവ്. പിന്നെ ആക്സിഡന്റ് മുഖേന ചെവിയുടെ മധ്യഭാഗത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന കേൾവിക്കുറവ്. എവിടെയാണ് പ്രോബ്ലം എന്നുള്ളതിനെ ബേസ് ചെയ്താണ് നമുക്ക് അതിന്റെ മാനേജ്മെന്റ് പ്ലാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതായത് കേൾവി ടെസ്റ്റ് നമ്മൾ നടത്തണം. അതായത് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മളൊരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി വേണം കേൾവിയുടെ ടെസ്റ്റ് നടത്താൻ. അവരാണ് കേൾവിയുടെ സ്പെഷ്യലിസ്റ്റ്. അവര് കേൾവിക്കുറവ് എന്താണ്, എന്തുകരമുണ്ട്, അതിന്റെ ഗ്രാവിറ്റി എന്തുകരമുണ്ട്, അത് എവിടെയാണ് ആ കേൾവിക്കുറവുള്ള കാരണം എവിടെയാണ് എന്ന് കണ്ടെത്തിയ ശേഷം സൈറ്റ് ഓഫ് ലീഷൻ എന്ന് പറയും. അതിന്റെ എവിടെയാണ് പ്രോബ്ലം എന്ന് ഐഡന്റിഫൈ ചെയ്യണം, കണ്ടെത്തണം. എന്നാലേ ഉള്ളൂ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജി എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെവിയുടെ ഉൾഭാഗത്താണ് പ്രോബ്ലം എങ്കിൽ, കോക്ലിയയിലും കോക്ലിയർ നെർവിലും ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അത് നമുക്ക്, ഞാനിപ്പം കണ്ണാടി വെക്കുന്ന പോലെ, കാഴ്ചക്കുറവനുസരിച്ച് ഉള്ള കണ്ണാടി വെക്കുന്ന പോലെ കേൾവിക്കുറവിനനുസരിച്ചുള്ള ഹിയറിംഗ് എയ്ഡ് വെക്കുക. അപ്പം ചെവിയുടെ മധ്യഭാഗത്താണ്. അപ്പം മധ്യഭാഗത്ത് പ്രധാനമായിട്ടും മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞ 3 അസ്ഥികളാവുള്ളത്. അപ്പൊ ആ അസ്ഥികളിൽ ഇപ്പം ഒരു ബൈക്ക് ആക്സിഡന്റിൽ ഈ അസ്ഥികൾ ഡിസ്ലോഡ്ജ് അല്ലെങ്കിൽ മുറിഞ്ഞു പോവുകയോ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അവ നമ്മൾ ശസ്ത്രക്രിയയിലൂടെ നമ്മൾ ചേർക്കണം. അതൊരു ENT സ്പെഷ്യലിസ്റ്റ് ആണ് ആ ഭാഗം കൈകാര്യം ചെയ്തത്. പിന്നെ ചെവി ഇല്ലാതെ ജനിക്കുന്ന കുട്ടികളുണ്ട്. അതായത് നമുക്ക് പിന്നെ കാണില്ല, ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പം അത് സർജറിയിലൂടെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത്. അപ്പം അങ്ങനെ എവിടെയാണ് പ്രോബ്ലം എന്ന്, ഇതിനെപ്പറ്റി നമ്മുടെ ആൾക്കാരിൽ ആരെയാണ് ഒരു കേൾവി പ്രശ്നം ഉണ്ടെങ്കിൽ പോയി കാണേണ്ടത്. കേൾവിക്കുറവ് കണ്ടെത്തുന്ന ഒരു പ്രൊഫഷണൽ ആരാണ് സാർ? അവരുടെ വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ? തീർച്ചയായിട്ടും ഓഡിയോളജിസ്റ്റ് ആണ് കേൾവിയുടെ സ്പെഷ്യലിസ്റ്റ്. കേൾവിക്കുറവ് കണ്ടെത്തുന്നത് ഒരു ഓഡിയോളജിസ്റ്റ് ആണ്. കാരണം ഓഡിയോളജിസ്റ്റിന് ഈ കുഞ്ഞു കുട്ടികളെ മുതൽ, അതായത് ജനിച്ച് 48 മണിക്കൂറായ കുഞ്ഞു കൊച്ചിന്റെ മുതൽ ഇപ്പം 100 വയസ്സോ 110 വയസ്സോ ഉള്ള ഒരു വല്യമ്മയുടെയോ വല്യച്ഛനെയോ കേൾവിക്കുറവ് വരെ കണ്ടെത്താനുള്ള പല പല മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. ആ മെഷീൻസ് കൈകാര്യം ചെയ്യാനും കേൾവിക്കുറവ് കണ്ടുപിടിക്കാനും ഇവർക്കാണ് ട്രെയിനിങ് കിട്ടിയിരിക്കുന്നത്. ഒരു ഓഡിയോളജിസ്റ്റിന് പല ടൂൾസ് ഉപയോഗിക്കുന്നത്, പല മെഷീൻസ് ആണ്. ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടി 48 മണിക്കൂർ ജനിച്ച് 48 മണിക്കൂർ ഒരു കുഞ്ഞു വാവ, കുഞ്ഞു കൊച്ച് ചുമ്മാ കിടക്കുക. ആ കുഞ്ഞു കൊച്ചിന്റെ കേൾവി വരെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൊച്ചിന് നോർമൽ ഹിയറിംഗ് ആണോ, അല്ലെങ്കിൽ മൈൽഡ് ഹിയറിംഗ് ലോസ് ആണോ, മോഡറേറ്റ് ഹിയറിംഗ് ലോസ് ആണോ എന്ന്. അതിന് വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ ഇതിലുള്ള ഓഡിറ്ററി ഇവോക്ഡ് പൊട്ടൻഷ്യൽ എന്നാണ്. അതായത് പൊതുവേ പറയുന്നത് നമ്മുടെ ഓഡിറ്ററി കോർട്ടക്സിലാണ് നമുക്ക് ശബ്ദം സാധ്യമാകുന്നത്, ബ്രെയിനിൽ കേൾക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പാത്വേയിലൂടെയാണ് നമ്മൾ ഒരു ശബ്ദം കേൾക്കുന്നു, അത് നമ്മുടെ പിന്നയിൽ തട്ടി ആ ശബ്ദം ഒന്നും കൂടി ആംപ്ലിഫൈ ചെയ്ത് നമ്മുടെ ഇയർ കനാലിലൂടെ കടന്ന് ആ ശബ്ദം നമ്മുടെ ഇയർ ഡ്രമ്മിൽ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കി, ആ വൈബ്രേഷൻ മാലിയസ്, ഇൻഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന ബോണിലൂടെ കടന്ന് നമ്മുടെ കോക്ലിയയിലെത്തും.
കോക്ലിയക്കകത്ത് ഹെയർ സെൽസ് ഉണ്ട്. ആ ഹെയർ സെൽസ് ആണ് കേൾവി സാധ്യമാക്കി തരുന്നത്. ആ കോക്ലി, ഇതാണ് നമ്മുടെ ഒരു അത്ഭുതം എന്ന് പറയുന്നത്, നമ്മുടെ സൃഷ്ടിയുടെ. ആ കോക്ലിയക്കകത്ത് ടൊണോടോപ്പിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ, 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമുക്ക് ഹ്യൂമൻ ബീങ്സിന് കേൾക്കാൻ പറ്റുന്നത്. ആ ഫ്രീക്വൻസികൾക്കെല്ലാം ഓരോ പൊസിഷനുണ്ട്. അപ്പം ആ ഭാഗങ്ങൾ ആക്ടിവേറ്റ് ആയിട്ട് ആ ഹെയർ സെൽസിൽ പ്രകമ്പനം ഉണ്ടാകുകയും ഒരു ഇലക്ട്രിക് ഒരു മൂവ്മെന്റ് ഉണ്ടാകുകയും അത് ആ ഇലക്ട്രിസിറ്റി കേൾവിയുടെ നേർവിലൂടെ കടന്ന് നമ്മുടെ ഓൾട്ടറി കോർട്ടക്സിൽ എത്തിയ ശേഷമാണ് ഇതെല്ലാം ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. പെട്ടെന്ന് കേൾക്കാൻ പറ്റും. ഇതെല്ലാം നമ്മളിപ്പോ സംസാരിക്കുന്ന ഇത് തന്നെ നമ്മളെല്ലാം ഇത് എന്തുകാരം പ്രോസസ്സിംഗ് നടക്കുന്നത്. ഷട്ടക്കേന്ന് ഇതെല്ലാം നമുക്ക് മിനിറ്റിനുള്ളിൽ തന്നെ നടക്കുന്നു. അതാണ്. അപ്പം ഈ ഒരു പ്രോസസ്സിന്റെ പല സ്ഥലത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഈ പാത്വേയുടെ എവിടെ വേണമെങ്കിലും ഈ പ്രശ്നം ഉണ്ടാകാം. അപ്പം അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ഈ കൊച്ച് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ന്യൂ ബോൺ ബേബീസ്, അപ്പം നമ്മൾ ABR, ഓഡിറ്ററി ബ്രെയിൻ സ്റ്റം റെസ്പോൺസ്, അപ്പം കുട്ടി കിടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇലക്ട്രോഡ് നമ്മൾ പല സ്ഥലത്ത് 3 സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യും. പിന്നെ കൊച്ചിനൊരു ശബ്ദം കൂടെ വെച്ചു കൊടുക്കും. അപ്പൊ ഈ ശബ്ദം നമ്മുടെ ഓഡിറ്ററി കോർട്ടക്സിൽ പോയിട്ട് നമുക്ക് വേവ് ഫോമിൽ നമുക്ക് കിട്ടും. നമുക്ക് അതിൽ നിന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. പഠിച്ച ഒരാൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും കൊച്ചിന് എന്തുകേരം കേൾവിക്കുറവുണ്ടെന്ന്. അത് പലപ്പോഴും ഇപ്പം ഒരു കൊച്ചിന് കേൾവിക്കുറവുണ്ട്. കേൾവിക്കുറവിന് നമ്മളൊരു ഹിയറിംഗ് എയ്ഡ് കൊച്ചിന് വെക്കുന്നതിന് മുമ്പാണ് നമ്മൾ കറക്റ്റായിട്ടും ഫ്രീക്വൻസികളിൽ, അതായത് 4 ഫ്രീക്വൻസിയിൽ ഒരു കുഞ്ഞു കൊച്ചിന്റെ നമുക്ക് ടോൺ ബേസ്റ്റ് ABRലൂടെ, ക്ലിക്ക് ABRും ടോൺ ബേസ്റ്റ് ABRും 2 തരത്തിലുള്ള ടെസ്റ്റുകളാണുള്ളത്. നമുക്ക് ടോൺ ബേസ്റ്റ് ABRലൂടെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും 500 ഹെർട്സിലും 1 കിലോ ഹെർട്സിലും 2 കിലോ ഹെർട്സിലും 4 കിലോ ഹെർട്സിലും എത്രയാണ് ഈ കുട്ടിയുടെ കേൾവി എന്ന് നമ്മൾ അറിയണം. അറിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഫിറ്റ് ചെയ്യുള്ളൂ. അത് ആ കേൾവിക്കുറവിനനുസരിച്ച് വേണം ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്യാൻ. കുഞ്ഞു കുട്ടികളിൽ നമ്മൾ കേൾവിക്കുറവുണ്ടെങ്കിൽ നമ്മൾ പുറമേന്ന് വെക്കുന്ന ഹിയറിംഗ് എയ്ഡ് നമ്മൾ വെക്കുന്നത്. കാരണം കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഉള്ളിൽ വെക്കുന്ന ശ്രവണ സഹായി ഒരു കുഞ്ഞിന് വെക്കാൻ പാടില്ല. കാരണം കുഞ്ഞു വളർന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും അവർക്ക് പുതിയ ശ്രവണ സഹായം മേടിക്കാനുള്ള സാമ്പത്തികം കാണിയല്ല. അപ്പം പുറമേ നിന്നുള്ള സാധനം വെക്കുവാണെങ്കിൽ നമുക്ക് ഇതിലെ പ്ലാസ്റ്റിക് മാത്രം നമുക്ക് മാറ്റിയാൽ മതി. കൊച്ചു വളരുന്നതനുസരിച്ച് ഇപ്പം നമ്മളൊക്കെ അഡൽട്ടാണ്, നമുക്കിനി വളർച്ച ഇനിയിപ്പം അത് വലിയ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം ഇതാണ് കുഞ്ഞു കുട്ടികളുടെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ABR. അതേപോലെ വേറൊരു ടെസ്റ്റ് ഉണ്ട് ASSR, ഓഡിറ്ററി സ്റ്റഡി സ്റ്റേറ്റ് റെസ്പോൺസ്. അപ്പൊ ഇതിനെല്ലാം മെഷീൻസ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആണ്. ഇതിലൂടെയാണ് നമ്മൾ കുഞ്ഞു കുട്ടികളെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ സാർ. അപ്പൊ സാർ ന്യൂബോൺ ബേബീസിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഒരു 3 വയസ്സായ കുട്ടിക്ക് എന്ന് പറയുമ്പോൾ ടെസ്റ്റിൽ വ്യത്യാസം വരുമോ? തീർച്ചയായിട്ടും. 3 വയസ്സുള്ള കുട്ടി ഇതിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് റോവ എന്ന് പറയുന്ന ഒരു പ്രത്യേക സൈസ് ടെസ്റ്റിലൂടെയാണ്. അതായത് പപ്പറ്റ് ഷോയാണ്. ഈ പപ്പറ്റ് ഷോ ടെക്നിക്ക് ജനറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കപ്പെട്ടത് നമ്മളൊരു പട്ടീനെ പട്ടിക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. പട്ടിക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മളൊരു ബെല്ലടിക്കുകയാണ്. കൊടുക്കുന്ന അതേ സമയത്ത് നമ്മൾ ബെല്ലടിക്കുകയാണെങ്കിൽ, ഈ ഭക്ഷണം കൊടുക്കാതെ നമ്മൾ ചുമ്മാ ബെല്ലടിക്കുകയാണെങ്കിൽ പട്ടി ഉമ്മിനീര് വന്നുകൊണ്ടിരിക്കും. പട്ടിക്ക് കാരണം പട്ടി ഫുഡിനെ അസോസിയേറ്റ് ചെയ്യും. ബെല്ല് കിട്ടുന്ന സമയത്ത് എനിക്ക് ഭക്ഷണം കിട്ടുമെന്ന് ചിന്ത. ആ ഒരു തിയറിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ടെസ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കുട്ടിക്ക് ഒരു ശബ്ദം പ്രസന്റ് ചെയ്തിട്ട് ഒരു നല്ല ന്യായമായിട്ട് 70 dBSPL സൗണ്ടിൽ പ്രസന്റ് ചെയ്തിട്ട് നമ്മളൊരു പപ്പറ്റിനെ കാണിക്കും. 2 റൂം സെറ്റപ്പാണ്. നമ്മളൊരു പപ്പറ്റിനെ കാണിച്ചു കഴിയുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ച് കഴിയുമ്പം കുട്ടി എന്ത് ചെയ്യും? കുട്ടി ഈ ശബ്ദം കേൾക്കുമ്പം നേരെ പപ്പറ്റിനെ നോക്കും. അപ്പൊ നമുക്ക് ശബ്ദം താത്തിക്കൊണ്ട് വരാൻ പറ്റും. നമുക്ക് അതിൽ പല ഫ്രീക്വൻസിയിലുള്ള പല ശബ്ദങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം 500 ഹെർട്സ് 1 to 4. അപ്പം മെയിനായിട്ട് നമ്മൾ ആ ഒരു ഫ്രീക്വൻസി റേഞ്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് കുട്ടി കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യും. നമ്മൾ 20 താത്തിക്കൊണ്ട് വരുമ്പോൾ കൊച്ചിന് കേൾക്കാൻ പറ്റുവാണെങ്കിൽ കുട്ടി പാപ്പറ്റിനെ നോക്കും. ഇപ്പം 10 ഡെസിബൽ ആണെങ്കിൽ കൊച്ചു നോക്കിയല്ല, കേട്ടില്ലെങ്കിൽ കൊച്ചു നോക്കിയല്ല. അസോസിയേഷനാണ്. അതാണ് 3. അത് 6 മാസം മുതൽ നമുക്ക് ഒരു 4 വയസ്സ് വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ചില അഡൾട്ട്സിനും അത് ഉപയോഗിക്കേണ്ടി വരും.
മെന്റലി ചലഞ്ചഡ് എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, മനസ്സിലായി. അപ്പം ഞാൻ അതേപോലെ ഒരു 40 വയസ്സുള്ള ആൾക്കാരെ അത് ഈ ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം അവർ റെസ്പോണ്ട് ചെയ്യില്ല. അവരോട് നമ്മളൊരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളൊരു ബട്ടൺ ഞെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബ്രെയിൻ അത്രയും ഫോം ചെയ്തിട്ടില്ല. അപ്പൊ അവര് കുഞ്ഞു കുട്ടിയുടെ ഒരു മനസ്സായിരിക്കും അവർക്ക്. അപ്പൊ അവർക്ക് നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ആ വിവേകം ഉപയോഗിക്കണം. ഏത് തരത്തിലുള്ള ആളാണ്, കൊഗ്നീഷൻ എന്തുകാരമുണ്ട്, അവരുടെ ആ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയുണ്ട്, അതാണ് നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കണം. നമ്മളൊരു ക്ലയന്റ് വരുമ്പോൾ ഓഡിയോളജിയിലാണെങ്കിൽ പോലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ഹിസ്റ്ററി എടുത്താൽ മാത്രമേ ഉള്ളൂ തുടർന്നുള്ളത് നമുക്കൊരു അനലൈസ് ചെയ്യാൻ പറ്റും എന്തൊക്കെ ടെസ്റ്റുകൾ ഉപയോഗിക്കണം. അതേപോലെ നമ്മൾ ചോദിക്കും കേസ് ഹിസ്റ്ററിയിൽ നോയിസ് ഇൻഡ്യൂസ്ഡ് ഹിയറിംഗ് ലോസ് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാന ഘടകമാണ് തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ഇവിടെ തന്നെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തില് നമ്മൾ ചുറ്റുവട്ടം നോക്കിയോ, കോൺക്രീറ്റ് ജാക്ക് ഹാമർ കൊണ്ട് കട്ട് ചെയ്യുന്നവരോ ഡ്രില്ല് ചെയ്യുന്നവരായിട്ടുള്ള എന്തുകാരം ബീഹാറികളും ബംഗാളികളുമായിട്ടുള്ള പണിക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരാരും ഇയർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയർ പ്ലഗ്സ് ആണ്. ഇപ്പം നമുക്ക് ജെറ്റ് എഞ്ചിന്റെ അടുത്ത് ഇരിക്കുന്ന ഗ്രൗണ്ട് സ്റ്റാഫ് ഉപയോഗിക്കുന്നത് വളരെ ശബ്ദത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെഡ്സെറ്റ് ആണ് അവർ ഉപയോഗിക്കുന്നത്, ഇയർ പ്രൊട്ടക്ഷൻ അവർ ഉപയോഗിക്കുന്നത്. ഇത് സാധാരണ പണിക്കാർക്ക് ഓരോ ഗ്രേഡ് അനുസരിച്ചാണ്. നമുക്ക് ഫസ്റ്റ് കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ തിരിച്ചു തരാം. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഇപ്പൊ സംശയം എന്ന് പറഞ്ഞാല് പേര് പറയാമോ സർ? ചെവിയിലെ സംസാരിച്ചോളൂ. ഹലോ, ചെവിയില് ഹോളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഭയങ്കരമായ തലക്കറക്കമുണ്ട്, പിന്നെ ചെവിയിൽ ചെറിയ പഴുപ്പെല്ലാം ഉണ്ട്. അപ്പൊ ഇത് ഓപ്പറേഷൻ ചെയ്യാതെ മാറ്റാൻ, ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോ അത് ഓപ്പറേഷൻ ഇല്ലാതെ മരുന്ന് കൊണ്ട് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് സംശയം. സംശയം ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഹോളിലൂടെ പഴുപ്പ് വരുന്നുണ്ടോ? പഴുപ്പുണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യണം. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് മരുന്ന് കഴിക്കണം. മരുന്ന് ഒരു നല്ല ENT സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി മരുന്ന് കഴിക്കണം. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പഴുപ്പ് സ്റ്റോപ്പ് ആകും. നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്തിട്ട് പറ്റുമെങ്കിൽ, നമ്മുടെ പേരെങ്ങനെയാണ്? എനിക്കല്ല, എന്റെ വൈഫിനാണ്. പേര്. ഓക്കെ. അപ്പം വൈഫിന് സർജറി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരുന്നു നല്ലത്. ഷുഗറിന്റെ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അവരൊരു ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞോ പറ്റൂല എന്ന് പറഞ്ഞോ? അത് ഇങ്ങനെ ബുദ്ധിമുട്ടാണെന്നുള്ളത് പറഞ്ഞു. ആണ്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തുകൂടെ? എല്ലായ്പ്പോഴും നമ്മളിങ്ങനെ സർജറി പോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഞങ്ങൾ വിദേശത്തായിരുന്നുകൊണ്ട് പറയുകയാണ്, 13 വർഷം ഓസ്ട്രേലിയയിലായിരുന്നു. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പാണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ. ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ട കാര്യം മറ്റേ ഡോക്ടറോട് പറയണ്ട, ഡോക്ടറുടെ അഭിപ്രായം എന്താണെന്ന് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ മേടിക്കുന്നതായിരിക്കും നല്ലത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കൂ എന്ത് ചെയ്യണമെന്ന്. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നമുക്ക് അങ്ങനെ ഉറപ്പുവരുത്താലോ. രണ്ടുപേരും ഒരേ അഭിപ്രായം പറയുന്നെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാമല്ലോ. എന്നിട്ട് ഈ സർജറി നടത്തിയാലൊരു ഗുണം എന്ന് പറഞ്ഞാൽ തല താഴ്ത്തി കുളിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഹോൾ ഉള്ളിടത്തോളം കാലം ചെവിയിലോട്ട് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷൻ പിന്നെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം തീരുമാനിക്കുക കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. വിളിച്ചതിൽ നന്ദി. നമ്മൾ ഇയർ പ്ലഗ്സിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹിയർ പ്ലഗ്സ്. അപ്പം അതാണ് നമ്മളുടെ ഇപ്പം തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടു, ഇവിടെ നമ്മൾ അമിതമായ ശബ്ദത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭം, നല്ലൊരു സംരംഭം അവിടുത്തെ. അതെ, അത് ജില്ലാ കളക്ടർ ബിജു പ്രഭാകരൻ വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ഒരു സംരംഭമാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലോട്ടും അത് വ്യാപിപ്പിക്കേണ്ടതാണ്. അതിൽ കൂടാതെ നമ്മുടെ തിയേറ്ററുകളിൽ എന്തുകാരം 75 ഡെസിബൽ സൗണ്ടിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. പലപ്പോഴും നമ്മൾ തിയേറ്ററിൽ പോയിരുന്നു കഴിയുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ടാണ് നമ്മുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇടിക്കുമ്പോൾ നമ്മുടെ നെഞ്ചത്തോട്ട് ഇടി വരുന്ന സൗണ്ടിന്റെ കാഠിന്യം കൊണ്ടാണ്. അത് 110 ഡെസിബൽ വരെ ഞാൻ എന്റെ ഒരു സ്മാർട്ട് ഫോണിൽ ഈ ആപ്ലിക്കേഷൻ നമുക്കെല്ലാം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സാധാരണ ഒരു ഏത് പരിപാടിക്ക് നമ്മൾ പോയാലും ഒരു 90 വരെയുള്ളൂ അതിന് ലിമിറ്റ് ഉള്ളൂ. അതൊരു വെറും ഒരു ഇതാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്നതല്ലേ. ഒരു സൗണ്ട് ലെവൽ മീറ്ററിന് 15 ലക്ഷം രൂപ വിലയുള്ളൊരു ഇൻസ്ട്രുമെന്റ് ആണ്. അപ്പം അതും നിയന്ത്രിക്കേണ്ടതാണ്. കാരണം 2 മണിക്കൂർ ഇത്രയും ശബ്ദത്തിൽ ഇരിക്കേണ്ടി വരുമ്പോൾ അവിടെയും നമ്മൾ നിയന്ത്രണം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്.
നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സർ. ഹലോ ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. രാജഗോപാലാണ്. എവിടുന്ന് വിളിക്കുന്നു? കോയമ്പത്തൂരിൽ നിന്ന്. ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ ഹലോ. ഡോക്ടറല്ലേ? ഡോക്ടറല്ല, ഓഡിയോളജിസ്റ്റ് ആണ്. ശരി. എന്റെ ചെവിയില് ഒരു 2 വർഷമായിട്ട് ഈ ചീവീട് ചിലക്കില്ല. ചീവീട് ചെവി അതുപോലെ ശബ്ദം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെന്താ പ്രതിവിധി? ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് ടിനിറ്റസ് എന്നാണ്. നമ്മുടെ പ്രൊഫഷൻ എന്താണ്? ഏത് കണ്ടമാനം അമിതമായ ശബ്ദത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നയാളാണോ? ഇല്ലല്ലോ, ഞാൻ സ്വന്തം ബിസിനസ് ആണ്. ഓക്കെ, അമിത ശബ്ദമൊന്നുമില്ലല്ലോ ആ ഇൻഡസ്ട്രിയിൽ? ഇല്ലില്ല, അത്ര ടെൻഷൻ ഒന്നുമില്ല. ഓക്കെ, ഈ ടിനിറ്റസിന്റെ വൈദ്യശാസ്ത്രത്തിൽ മരുന്നുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇല്ല. ഞാൻ ഹോമിയോയില് ഒരു ഇയർ ഡ്രോപ്പ് ഒക്കെ മേടിച്ചു നോക്കി. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പൊ അതിൽ നിന്നൊരു കാര്യം മനസ്സിലായല്ലോ, ആ മരുന്നുകൊണ്ട് പ്രയോജനം ഇല്ലെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അപ്പൊ ഇനി അത് കണ്ടിന്യൂ ചെയ്യരുത്. കാരണം നമ്മൾ ഏത് മരുന്ന് കഴിച്ചാലും അതുകൊണ്ട് പ്രയോജനം കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് കണ്ടിന്യൂ ചെയ്യാവുള്ളൂ. രാത്രി കിടക്കുമ്പോൾ ഭയങ്കര ഒരു സൗണ്ട്. അതിന് എന്നാ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഏത് ടൈപ്പിലുള്ള ശബ്ദമാണ്, അത് ഹൈ ഫ്രീക്വൻസി സൗണ്ട് ആണ്, വളരെ ഹൈ ഫ്രീക്വൻസി. അതിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടിനിറ്റസ് മാസ്കർ എന്ന് പറയുന്ന ഒരു സംവിധാനം ചെയ്യാൻ പറ്റും. അതായത് ആ പിച്ചിലുള്ള പാട്ടുകൾ നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുക. അപ്പൊ നമ്മൾ പാട്ട് കേട്ടോണ്ട് അങ്ങ് ഉറക്കത്തിലോട്ട് പോകാൻ ആണ്. അതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ചെവിയിൽ വെച്ചോണ്ടിരിക്കണമെന്നില്ല, പുറത്ത് ഇപ്പം നമ്മൾ ഒരു പ്ലേ ചെയ്താൽ മതി. കാരണം ചെവിയിലോട്ട് അത് കണ്ടമാനം ഒച്ച ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേൾവി അമിതം ശബ്ദമായി കഴിഞ്ഞാൽ അത് കേൾവിയെ ബാധിക്കാൻ സാധ്യത ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കേൾവി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അമിതമായ ശബ്ദം ചെവിയിലോട്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുക. സൗണ്ട് കേട്ടല്ല ടെൻഷൻ ആകും. ഓക്കെ, അതെ. അതിപ്പം നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, അതിനെ ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്കറിയാം, പ്രാക്ടിക്കലി ഒരു ചെവിക്കകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചോണ്ട് ഇങ്ങനെ ആ ഒരു ശബ്ദം വരുമ്പം നമുക്ക് ഭയങ്കര ഡിസ്ട്രെസ് ആയിരിക്കും. അതെ, ഇത് നമ്മുടെ ചെറുപ്പക്കാർ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, DJ പോലുള്ള പല പരിപാടികളിലും ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് ടെമ്പററി ടിനിറ്റസ് ഉണ്ടാവും. ഒരു 3-4 ദിവസത്തേക്ക് ഇവർക്ക് അമിതമായ ഒച്ചയായിരിക്കും ചെവിയിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാവുമ്പോൾ എന്തെങ്കിലും ഒച്ചയായിട്ട് സംസാരിച്ചാലും നമുക്ക് ടെൻഷൻ ആകും. അപ്പം പിന്നെ നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിതിനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യരുത്. നമ്മൾ ഇതിനെ ഒരു ഇമോഷണൽ ബാലൻസോട് കൂടി വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിട്ട്. ഇപ്പം ഒരു ചെവി മാത്രമാണോ 2 ചെവിയിലും? ചില നേരത്തില് സൗണ്ട് ഇല്ല. ചില നേരത്തില് സൗണ്ട് ഇല്ല. തലകറക്കം ഉണ്ടോ? അതൊന്നുമില്ല. തലകറക്കം ഇല്ല, തലവേദന ഇല്ല, ഒന്നുമില്ല. കേൾവിക്കുറവുണ്ടോ? ഒന്നുമില്ല. ഓക്കെ, എങ്ങനെയാണേലും ഒരു കേൾവിയുടെ ഒരു ടെസ്റ്റ് ഒന്ന് നടത്തിയിട്ട് ഒരു പഠിച്ച ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഏത് തരത്തിലുള്ള ഏത് പിച്ചിലാണ് നമ്മൾ എക്സാക്ട്ലി നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഏത് തരത്തിലുള്ള പിച്ചിലാണ് എക്സാക്ട്ലി നമുക്ക് ഈ ടിനിറ്റസ് അനുഭവപ്പെടുന്നത് നമുക്ക് ടെസ്റ്റിലൂടെ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മാസ്കിംഗ് സൗണ്ട് നമ്മൾ പ്രസന്റ് ചെയ്ത് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാതിരി ഹൈ പിച്ചുള്ള സൗണ്ട്. ഇപ്പം ചിത്രയുടെ പാട്ടുകളില്ലേ, അത് ഹൈ പിച്ച് ഡോമിനേറ്റർ. അപ്പം യേശാസിന്റെ പാട്ടുകൾ ലോ ഫ്രീക്വൻസി ഡോമിനേറ്റർ. ആണുങ്ങളുടെ സൗണ്ട് പൊതുവെ ലോ ഫ്രീക്വൻസി, പൊതുവെ അങ്ങനെ അല്ലാത്ത ആണുങ്ങളുടെ ശബ്ദങ്ങളും ഉണ്ട്, സ്ത്രീകളുടെ ശബ്ദമുള്ള ആണുങ്ങളും ഉണ്ട്. അപ്പം ലോ പിച്ചില് ടിനിറ്റസ് ഉള്ള ആൾക്കാരുണ്ട്. അതായത് ഒരു വെള്ളം ഒഴുകുന്ന പോലെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെവിക്കാത്ത ഇങ്ങനെ ഒരു അരുവി ഒഴുകുന്ന പോലെയുള്ള ശബ്ദമുള്ളവരുണ്ട്. ഇദ്ദേഹത്തിനാണെങ്കിൽ ചീവീടിന്റെ ശബ്ദമാണ്, അപ്പം ഹൈ പിച്ചാണ്. അപ്പം ഓരോരുത്തരും സെലക്ട് ചെയ്യേണ്ട ആ മാസ്കിംഗ് സൗണ്ട് നമുക്ക് ഏത് പിച്ചിലാണ് ഈ പ്രശ്നം എന്നനുസരിച്ച് വേണം മാസ്കിംഗ് സൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട്. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സർ. ഹലോ, നമസ്കാരം, സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ഞാൻ കൊല്ലത്തുനിന്ന് വിളിക്കുകയാണ്. എന്റെ ഹസ്ബൻഡിന്റെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. ഡോക്ടർ, ഹസ്ബൻഡിന് ചെവിക്ക് കുറച്ച് കേൾവിക്ക് പ്രശ്നമുണ്ട്. 68 വയസ്സായി.
പുള്ളി ഒരു 10-30 വർഷം ബ്രോഡ്കാസ്റ്റിംഗ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെളിയില്. അപ്പം പുള്ളി ഇങ്ങനെ വാദിക്കുന്നത് അതുകൊണ്ട് ഇത്രയും നാളിങ്ങനെ സൗണ്ട് ഇതായിട്ട് ഇങ്ങനെ ഒത്തിരി കേട്ടത് ഇങ്ങനെ സൗണ്ട് ഒത്തിരി ഇതായതുകൊണ്ടായിരിക്കാം എന്ന്. ഞങ്ങളൊരു ENT ഡോക്ടറെ കണ്ടു. അപ്പം പുള്ളി വേണമെങ്കിൽ ഹിയറിംഗ് എയ്ഡ് വെക്കാമെന്ന് പറഞ്ഞു, വലിയ പ്രശ്നമില്ലെങ്കിൽ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരാള് പറഞ്ഞു ഇത് ഒരുപക്ഷെ നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് നമ്മൾ കുറച്ചും കൂടെ കേൾവി കുറയും, നമ്മൾ പിന്നെ അതിൽ കെയർ എടുക്കില്ല, ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ ഹിയറിംഗ് എയ്ഡ് വെക്കണോ വേണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഡോക്ടർ. ഓക്കെ, ഇതിനെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റും. കേൾവിക്കുറവ് ടെസ്റ്റ് ചെയ്തായിരുന്നോ? ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി? അത് കുറച്ച് മുമ്പാ സാർ, 1 വർഷം മുമ്പാണ് ചെയ്തത്. ടെസ്റ്റ് നടത്തിയായിരുന്നു. അപ്പൊ ഓഡിയോളജിസ്റ്റ് എന്ത് അഭിപ്രായം പറഞ്ഞു? അത് അവര് പറഞ്ഞു കുറച്ച് ചെറിയ പ്രശ്നം, മൈന്യൂട്ട് പ്രശ്നം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ അല്ല, ഡോക്ടർ പറയുന്നല്ല, ഓഡിയോളജിസ്റ്റ് അടുത്ത് അങ്ങനെ നോക്കില്ല സാർ. ENT ഡോക്ടർ അടുത്ത് പോയപ്പോൾ പുള്ളി ടെസ്റ്റ് ചെയ്ത ഓഡിയോളജിസ്റ്റ് ആയിരിക്കാം, അറിയില്ല അത്. ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയുള്ള സെറ്റപ്പിൽ ആണോ കൊണ്ടുപോയത്? അത് ഞാൻ കൂടെ കയറിയില്ല സാർ. നമ്മൾ കൂടെ കയറണം. നമുക്കൊരു ബൈസ്റ്റാൻഡർക്ക് ഓഡിയോളജി മാത്രമായിട്ട് അങ്ങനെ ഉണ്ടോ സാർ? ഉണ്ട്. ഞങ്ങൾക്ക് എല്ലാ ഓഡിയോളജി സ്ഥാപനങ്ങളിലും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയുള്ള സൗണ്ട് ട്രീറ്റഡ് റൂം ഉണ്ട്. അവിടെ ഒരു 25 ഡെസിബലിന് താഴെ മാത്രമേ സൗണ്ട് പാടുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രത്യേക റൂമിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഓടി നടന്നിട്ട് ഓഡിയോളജി ടെസ്റ്റ് നടത്താൻ പറ്റില്ല. ഒരു വീട്ടിൽ ചിലവർ അങ്ങനെയുണ്ട്. ചിലവര് ഇവിടുത്തെ ഓരോ മാൽ പ്രാക്ടീസിന്റെ ഒരു ഭാഗമാണ്. ഓരോ വീട്ടിലും പോയി കേൾവിയുടെ ടെസ്റ്റ് നടത്തുന്ന ഓഡിയോളജിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട്. അങ്ങനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ഒത്തിരിയേറെ ശബ്ദങ്ങളുണ്ട്. ഫാനിന്റെ ശബ്ദമുണ്ട്, AC ഉണ്ടെങ്കിൽ അതിന്റെ ശബ്ദമുണ്ട്. ഈ റെക്കോർഡിംഗ് സ്റ്റുഡിയോ പോലെയുള്ള സൗണ്ട് ട്രീറ്റഡ് റൂം ഒരു ചുരുങ്ങിയത് ഒരു 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവാകുന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയാണ്. അങ്ങനെയുള്ള സ്റ്റുഡിയോയിലാണ് നമ്മൾ കേൾവിയുടെ ടെസ്റ്റ് നടത്തുന്നത്. ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും സോഫ്റ്റസ്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അതിന്റെ ഒരു ഗ്രാഫ് കിട്ടും, അതിന് ഓഡിയോഗ്രാം എന്നാണ് പറയുന്നത്. അപ്പം കേൾവിക്കുറവിനെ പറ്റി ആധികാരികമായിട്ട് ഇപ്പം ഞാൻ മുമ്പേ പറയുകയുണ്ടായി, കുഞ്ഞു കുട്ടികളുടെ മുതൽ മുതിർന്നവരുടെ വരെ കേൾവി കണ്ടുപിടിക്കുന്നത് ഓഡിയോളജിസ്റ്റാണ്. അവർക്കാണ് അതിനുള്ള മെഷീൻസ് ഉപയോഗിക്കാനുള്ള വൈദഗ്ധ്യവും ട്രെയിനിങ്ങും. ഓഡിയോ ക്ലിനിക് എന്നാണോ ഇതിന് പറയാ? ഓഡിയോളജി സെന്റർ. അപ്പൊ ഗൂഗിളിൽ അടിച്ചാൽ മതി, ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങളുടെ അടുത്തുള്ളതോ അങ്ങനെയുള്ളതോ. അപ്പം അവിടെ ചെന്നിട്ട് കേൾവിക്കുറവ്, പിന്നെ കേൾവിക്കുറവിനെ പറ്റിയിട്ട് മുമ്പേ ചോദിച്ച ഒരു സംശയം. ഇപ്പം ഞാൻ 42 വയസ്സുള്ള ഒരു വ്യക്തിയാണ്. ഞാനിപ്പം കണ്ണാടി ഉപയോഗിക്കുന്നുണ്ട്. ഈ കണ്ണാടി എന്റെ കാഴ്ചക്കുറവിനനുസരിച്ചാണ് ഈ കണ്ണാടിയുടെ ലെൻസ്, ഈ ഗ്ലാസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐ ഡോക്ടർ എന്നോട് പറയുകയാണ്, സലിമോനെ നിങ്ങളുടെ കണ്ണ് കാഴ്ച തീർന്നു പോയി കഴിയുമ്പോൾ നമുക്ക് കണ്ണാടി വെക്കാം എന്ന് പറയാൻ എന്തെങ്കിലും ലോജിക്കുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മള് കാഴ്ച കുറയുന്നതനുസരിച്ച് ഇതിന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴോ 2 വർഷം കൂടുമ്പോഴോ കണ്ണിന്റെ ടെസ്റ്റ് നടത്തിയിട്ട് കണ്ണാടിയുടെ ലെൻസ് മാറ്റുന്നത് പോലെ ഈ ഹിയറിംഗ് എയ്ഡ് നമ്മൾ ഉപയോഗപ്പെടുന്ന, നിങ്ങളാ തീരുമാനിക്കേണ്ടത് ഹിയറിംഗ് എയ്ഡിന്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ ബാധിക്കുന്നു. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഭർത്താവ് പറയുന്നത് ഭാര്യയ്ക്ക് മനസ്സിലാകാതെ വരുന്നു, ഭാര്യ പറയുന്നത് ഭർത്താവിന് മനസ്സിലാകാതെ വരുന്നു. അപ്പൊ അത് ടെൻഷനും പിന്നെ ദേഷ്യവും ഒക്കെ കാര്യമാവുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് 3 പ്രാവശ്യം പറയുകയാണ്, എനിക്കൊരു ചായ വേണമായിരുന്നല്ലോ അനിത എന്ന് പറയും. പുള്ളിക്ക് ഇത് കേൾക്കുന്നില്ല. എനിക്ക് സ്വാഭാവികമായിട്ടും അരിശം വരും. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഒരു ഫ്രസ്ട്രേഷൻ വരും, പിന്നെ നമുക്ക് അരിശത്തിലോട്ടാകും. അത് വളരെ നാച്ചുറൽ ഹ്യൂമൻ ബിഹേവിയർ ആണ്. അപ്പം ഇങ്ങനെയുള്ളപ്പം നമ്മൾ കേൾവി ടെസ്റ്റ് നടത്തിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഈ കണ്ണാടി വെക്കുന്ന പോലെ ഈ ഹിയറിംഗ് എയ്ഡിനൊരു ഗുണമുണ്ട്. നമുക്ക് ലെൻസ് മാറ്റേണ്ട ആവശ്യം കണ്ണാടിക്കുണ്ട്. ഇതിന് നമുക്ക് റീപ്രോഗ്രാം ചെയ്താൽ മതി. രണ്ടാമത് ഓരോ പ്രാവശ്യം ഇപ്പൊ 2 വർഷം കൂടുമ്പോൾ നമ്മൾ കേൾവിയുടെ ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഈ ഹിയറിംഗ് എയ്ഡ് പ്രോഗ്രാം ചെയ്താൽ മതി. പ്രോഗ്രാം ചെയ്യാനായിട്ട് തുച്ഛമായ പൈസയാവുള്ളൂ. അപ്പം ഓരോ പ്രാവശ്യം നമുക്ക് ഹിയറിംഗ് എയ്ഡ് മാറേണ്ട ആവശ്യമില്ല. അതാണ് ഇതിന്റെ വേറെ വലിയൊരു ഗുണം എന്ന് പറയുന്നത്. അപ്പൊ ആ സംശയം തീർന്നോ? സംശയം തീർന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു. താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം സാർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ആലിഫ് തോമസ്. എവിടുന്ന് വിളിക്കുന്നു മാം? തിരുവനന്തപുരത്ത് വിളിക്കുന്നു. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
ഹലോ, നമസ്കാരം. നമസ്കാരം പറഞ്ഞോളൂ. എനിക്ക് 69 വയസ്സുണ്ട്. എനിക്ക് കേൾവിക്കുറവ് ഒട്ടുമില്ല, നല്ലോണം കേൾക്കാം. പക്ഷെ എനിക്ക് ആ ശബ്ദത്തിന്റെ ഡയറക്ഷൻ വരുമ്പോൾ കുറച്ചൊരു വിഷമം വരുന്നു. വീട്ടിലിരിക്കുമ്പോഴാണ് കുഴപ്പം. എന്ന് വെച്ചാൽ ചുറ്റും ഒരുപാട് വീടുകളുണ്ട്, ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. കുട്ടിക്ക് അറിയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണോ റൈറ്റ് സൈഡിൽ നിന്നാണോ എന്നൊക്കെ അറിയാൻ വിഷമാണ്. ഡയറക്ഷൻ അറിയാൻ പറ്റുന്നില്ല എങ്കിൽ അതിന്റെ കാര്യം യൂണിലാറ്ററൽ ഹിയറിംഗ് ലോസ് ആയിരിക്കും. രണ്ട് സൈഡിലും ഒരേപോലെ അല്ലായിരിക്കും കേൾവിക്കുറവ്. ഒരു ചെവിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ലോക്കലൈസേഷൻ, ഇതിന് ഇംഗ്ലീഷ് പറയുന്ന വാക്ക് ലോക്കലൈസേഷൻ. നമുക്ക് ആ ബുദ്ധിമുട്ട് വരാനുള്ള കാര്യം രണ്ട് ചെവിയിലും ഒരേപോലെ അല്ല കേൾവിക്കുറവ് അല്ലെങ്കിൽ കേൾവി. അതാണ് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു പഠിച്ച ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി കേൾവിയുടെ ടെസ്റ്റ് നടത്തുക. ഓഡിയോളജിസ്റ്റ് ആണ് കേൾവിയുടെ ടെസ്റ്റ് നടത്തുന്ന സ്പെഷ്യലിസ്റ്റ്. നടത്തിയിട്ട് ആ ഓഡിയോളജിസ്റ്റോട് തന്നെ ചോദിക്കണം എന്ത് ചെയ്യാൻ പറ്റും എന്ന്. ഓഡിയോളജിസ്റ്റ് ആണ് അതിനെപ്പറ്റി ആധികാരികമായിട്ട് അഭിപ്രായം പറയേണ്ടത്, പറയിപ്പിക്കണം. ഇത് പുറത്തിറങ്ങിയാണ് കുഴപ്പമില്ല, വീടിനകത്തിരിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളത്. ആണ്. അപ്പം എങ്ങനെയാണേലും ഒരു പ്രശ്നം ഉണ്ടല്ലോ. ആ പ്രശ്നം ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പം വിളിക്കാൻ ഇടയായത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഇന്റർവ്യൂ ചെയ്തോളൂ, ഒന്ന് പോയി ടെസ്റ്റ് നടത്തി നോക്കൂ. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് അടുത്ത കോൾ ഉണ്ട് സർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ. പേര് പറഞ്ഞോളൂ. സജി. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പാലക്കാട്. ഓക്കെ, സംസാരിച്ചോളൂ സാറിനോട്. പറഞ്ഞോളൂ. അതെ, നമ്മളിപ്പോ വലിയ സൗണ്ട് കേൾക്കുന്നതിന് അത് DTS സൗണ്ട് ഒക്കെ നമ്മൾ ആസ്വദിക്കുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ട്. DTSന്റെ അമിതമായ ശബ്ദം ഏത് സിറ്റുവേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മള് ഡബിങ്. അമിത ശബ്ദം ഇപ്പം 80 ഡെസിബൽ സൗണ്ടിനേക്കാളും കൂടിയ ശബ്ദങ്ങളെല്ലാം ഡേഞ്ചറസ് ആണ്. ഇപ്പം ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അറിയാമല്ലോ, ഓരോ 3 ഡെസിബൽ കൂടുമ്പോഴും സൗണ്ടിന്റെ ഇന്റൻസിറ്റി ഇരട്ടിയാകുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ചെവിക്ക് എന്തെങ്കിലും? തീർച്ചയായിട്ടും സ്ഥിരമായിട്ട്. ഇപ്പം നമ്മള് ഫൈറ്റർ ജെറ്റ് അല്ലെങ്കിൽ നമ്മുടെ AK-47 സ്ഥിരമായിട്ട് ഇയർ പ്രൊട്ടക്ഷൻ വെക്കാതെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കേൾവിക്കുറവുണ്ടാവും. അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് സാധാരണ ഉണ്ടാകുന്നത്. അതായത് കോക്ലിയയിലെ ഹെയർ സെൽസിന് ഡാമേജ് ഉണ്ടാവും. ആ ഡാമേജ് ടെസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇപ്പൊ വലിയ സൗണ്ട് നമ്മൾ കേൾക്കണം, എന്നിട്ടല്ലേ ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇതിനെ വർക്ക് ചെയ്യുന്ന ആളല്ല. നമുക്ക് ആദ്യം ഒരു ഓഡിയോളജിസ്റ്റിന്റെ അടുത്ത് പോയി നമുക്ക് ഇപ്പോഴത്തെ കേൾവിക്കുറവ് എന്തുവരെ ഉണ്ടെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്ര നാളായി ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്തോ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. എന്തോ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. വൈഫ് എല്ലാം കംപ്ലൈന്റ് ചെയ്യുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല ഭർത്താവ്? ഹലോ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഇതുവരെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ചെവിക്ക്. എന്റെ അഭിപ്രായത്തിൽ നമ്മൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരികയില്ല. അമിത ശബ്ദം നമ്മൾ എപ്പോഴും നിയന്ത്രിക്കണം. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ നന്ദി സാർ. ഇപ്പം നേരത്തെ നമുക്ക് അടുത്ത കോൾ വെയിറ്റ് ചെയ്യുന്നു സർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറയാമോ? ദിലീപ് കുമാർ. എവിടുന്ന് വിളിക്കുന്നു സർ? ബാലുശ്ശേരിയിൽ. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സാർ. ഹലോ, നമസ്കാരം. എനിക്ക് ഇടത് വശത്ത് നിന്ന് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മള് വലതുവശത്ത് പെട്ടെന്ന് ഒരാൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഈ ഇടതുവശത്തുള്ള ആള് സംസാരിക്കുന്നത് തീരെ മനസ്സിലാവുന്നില്ല. അത് ചില സമയങ്ങളിൽ അതുപോലെ അയാളുടെ പ്രൊനൗൺസിയേഷനും തീരെ ചിലപ്പോൾ മനസ്സിലാകാതിരിക്കാൻ പറ്റും. ഇത് കേൾവിന്റെ തകരാറാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി വിളിച്ചാണ് സാർ. മോസ്റ്റ് ലൈക്ലി കേൾവിയുടെ തകരാറ് തന്നെ. കാരണം നമ്മള് സ്പീച്ച് ഫ്രീക്വൻസി നമ്മൾ നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, നമുക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ കേൾക്കാം. പക്ഷെ നമ്മുടെ സ്പീച്ച് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 250 മുതൽ 8000 ഹെർട്സ് വരെയാണ്. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഈ ഭാഷ 250 മുതൽ 8000 ഹെർട്സ് വരെയാണ്. അപ്പം ഒരു ഓഡിയോളജിസ്റ്റിന് അടുത്ത് വരുമ്പോൾ ഈ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ കുഴപ്പം കേൾവിക്കുറവ് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് ആൾക്കാരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു.
ഭാര്യ ഒരു കാര്യം പറയുന്നു, ചേട്ടാ ഒരു ചായ വേണം, അല്ലെങ്കിൽ സുഖമാണോ. അപ്പം ചേട്ടാ ഒരു ചായ വേണമെന്ന് പറയുന്നതിന് പകരം നമ്മൾ ചിലപ്പം കേൾക്കുന്നത് ചേട്ടാ ഒരു ചാക്ക് വേണമെന്നായിരിക്കും. ഇത് ഇവള് അൺയൂഷ്വൽ ആണല്ലോ, ഇത് ഒരു ഓക്വേർഡാണല്ലോ ഇവള് പറയുന്നത് എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിട്ടില്ല സാർ. പക്ഷെ അവർ പറയുന്നതൊന്നും ആ സമയത്തേക്ക് അത് അടഞ്ഞു പോകണം. ആ ഭാഗത്തിൽ തീർച്ചയായിട്ടും ആ ഭാഗം കട്ടായി പോകണം. ഓക്കെ, ഏതൊക്കെയായിരുന്നാലും കേൾവിക്കുറവുമായിട്ട് ബന്ധപ്പെട്ട കേസാണ്. അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഓഡിയോളജിസ്റ്റിനെ പോയി കാണുക, എന്നിട്ട് കേൾവിയുടെ ടെസ്റ്റ് ഒന്ന് നടത്തുക. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ഹിസ്റ്ററിയിലോട്ട് പോയില്ല, എങ്കിൽ പോലും 2-3 ക്വസ്റ്റ്യൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഒരു ചെവി മറ്റേ ചെവിനേക്കാളും വ്യത്യാസമുണ്ട് കേൾവിയിൽ, അല്ലേ? അപ്പം കേൾവിയുടെ ടെസ്റ്റ് നടത്തി ഓഡിയോഗ്രാമിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് കേൾവിക്കുറവ് എന്തുകാരമുണ്ട്, അത് എവിടുത്തെ പ്രോബ്ലം കൊണ്ടാണ് എന്ന് നമുക്ക് സൈറ്റ് ഓഫ് ലീഷൻ ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് മാനേജ്മെന്റ് സ്ട്രാറ്റജി ഓഡിയോളജിസ്റ്റ് സാധാരണ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതനുസരിച്ച് മുന്നോട്ട് പോവുക. താങ്ക് യു. വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം സർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ മാം. ഞാൻ പ്രസീതയാണ്. എവിടുന്ന് വിളിക്കുന്നു? തൃശ്ശൂരിന്നാ വിളിക്കുന്നത്. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് സംസാരിക്കേണ്ടത്. ആൾക്ക് ചെറുപ്പം എന്ന് വെച്ചാൽ 15-16 വയസ്സ് മുതലേ ചെവിയിൽ ഇങ്ങനെ നനവ് അനുഭവപ്പെടാറുണ്ടായിരുന്നു. അപ്പൊ ആള് മിലിറ്ററിയിലാണ്. അപ്പൊ ഇങ്ങനെ ഡോക്ടർമാരെ കാണിക്കും, ആന്റിബയോട്ടിക് തുള്ളിമരുന്നുകൾ ഒഴിക്കും, അതങ്ങനെ മാറി. അങ്ങനെ ഇപ്പൊ പെൻഷനായ ആളിപ്പോ നാട്ടിലുണ്ട്. അപ്പൊ മെഡിക്കൽ കോളേജില് വിശദമായിട്ട് പരിശോധിച്ച് നോക്കിയപ്പം ചെവിക്കകത്ത് ദശ പോലെ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, 2 ചെവിക്കകത്തും. അപ്പൊ കമ്പൈൻഡ് ഹിയറിംഗ് മിനിമൽ ആയിട്ട് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് പരിശോധനയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അതില് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞത് ഇതിന് ചികിത്സ സർജറി ആണെന്നാണ് പറഞ്ഞത്. സർജറി ചെയ്താല് കേൾവി നഷ്ടപ്പെടും എന്നും പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് ചോദിച്ചു മനസ്സിലായില്ല. എനിക്ക് ദശ വളരുകയാണോ ചെയ്യുന്നത്? അത് ഏത് ഭാഗത്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തോ? എന്താണ്, എന്തുകൊണ്ടുണ്ടാകും? മിഡിൽ ഇയറിലാണ് ദശ വളരുകയാണ്. കോളിസ്റ്റിസ്റ്റോമ എന്നാണ് റിപ്പോർട്ടിൽ എഴുതി കണ്ടത്. ഒന്നും കൂടെ പറയാമോ? കോളിസ്റ്റിസ്റ്റോമ എന്നാണ് എഴുതി കണ്ടത്. കൊളസ്റ്റിയോട്ടോമ. അപ്പം കൊളസ്റ്റിയോട്ടോമ എന്ന് പറയുമ്പോൾ നമ്മുടെ മിഡിൽ ഇയറിൽ എറോഷൻ ഉണ്ടാവുന്നുണ്ട്, ഈ ബോണിന്റെ എറോഷൻ ഉണ്ടാവുന്നുണ്ട്. അതിന് നമ്മൾ അവിടെ കേൾവി നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിനെ പറ്റിയിട്ട് അധികം വ്യാകുലപ്പെടേണ്ട. കാരണം നമുക്കവിടെ ഇൻഫെക്ഷൻ ഉണ്ട്. ഈ ഇൻഫെക്ഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഉള്ളിലോട്ട് പിന്നെയും എറോഡ് ചെയ്തുകൊണ്ട് ഇപ്പൊ നമ്മൾ അണുക്കളുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നിസ്സാര ഒരു ക്യാൻസർ ഒരു എക്സാമ്പിൾ എടുത്തു. ഇത് നമ്മൾ ഇന്റർവെൻഷൻ നടത്തിയില്ല എങ്കിൽ ഇത് സ്പ്രെഡ് ആയില്ലേ? അതേപോലെ ഇപ്പം ചെവിയില് പഴുപ്പും അവിടെ കൊളസ്റ്റിയോട്ടോമ എന്ന് പറയുന്ന അവിടെ ബോണിന് എറോഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക മധ്യഭാഗത്ത്. അപ്പോൾ അത് സർജറി നടത്തുമ്പോൾ കേൾവി കോംപ്രമൈസ് ചെയ്യപ്പെടും. മനസ്സിലായില്ല. കേൾവി കുറയും. ആ ഭാഗം ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഭാഗം നമ്മളെടുത്ത് മാറ്റണം സർജറിയിലൂടെ. അത് ഡോക്ടർ പറഞ്ഞു തന്നോ? അത് പറഞ്ഞിരുന്നു. പക്ഷെ സർജറി ചെയ്താല് ഇപ്പോഴുള്ള കേൾവി ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. നമ്മൾ ആ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം കൂടെ എടുത്ത് മാറ്റുമ്പോൾ കേൾവി ഇപ്പോഴത്തേക്കായാലും താഴത്തോട്ട് പോകും. പക്ഷെ ഏതാ പ്രാധാന്യം? അപ്പൊ മറ്റൊരു സംശയം ഡോക്ടർ, ഇത് ആന്റിബയോട്ടിക് തുള്ളിമരുന്ന് വെച്ചാൽ അത് മാറിപ്പോകുന്നുണ്ട്. അപ്പൊ ഇതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ എന്താണ് ഭവിഷ്യത്തുണ്ടാവുന്നത്? അതുകൊണ്ടാണ് കൊളസ്റ്റിയോട്ടോമ സാധാരണഗതിയിൽ എന്റെ വിദേശ രാജ്യത്ത് ഞാൻ ENT ഡിപ്പാർട്ട്മെന്റുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. ഞങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്തത്. സാധാരണ കൊളസ്റ്റിയോട്ടോമയ്ക്ക് വെറും ഒരു ആന്റിബയോട്ടിക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു രീതിയല്ല. അത് സഡൻ ഇന്റർവെൻഷൻ ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്ന രീതി. അപ്പം അത് ഒരു വലിയ സർജറിയാണ്. പക്ഷെ ഞാൻ ഇഫ് ഐ വാസ് ഇൻ യുവർ പൊസിഷൻ, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ കേൾവിക്കുറവ് അനുഭവപ്പെട്ടാലും ആ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഭാഗങ്ങൾ റിമൂവ് ചെയ്യാനായിരിക്കും ഞാൻ ശ്രമിക്കുന്നത്.
അപ്പൊ ഇത് ചെയ്തില്ല, സർജറി ചെയ്തില്ലെങ്കിൽ അത് പഴുപ്പ് വ്യാപിച്ച് മറ്റു ഗുരുതര പ്രശ്നങ്ങളുണ്ടാവും. അത് വ്യാപിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയോ, അവിടെ വളരെ ഈ ജെയിംസും മൈക്രോ ഓർഗാനിസംസും അവിടെ ഇരിക്കുകയാണ്. അത് സ്പ്രെഡേ ചെയ്യത്തുള്ളൂ. അതൊരിക്കലും ടെമ്പററി ആയിട്ട് ആന്റിബയോട്ടിക് കഴിയുമ്പോൾ അതിനൊന്ന് സബ്സൈഡ് ചെയ്യാൻ പറ്റും. പിന്നീടും അത് പൂർവാധികം ശക്തിയോടുകൂടി അവിടെ പ്രവർത്തിക്കും. മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെടാൻ മടിക്കണ്ട. താങ്ക് യു. ഓക്കെ, വിളിച്ചതിൽ നന്ദി സാർ. നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ഹലോ, പേര് പറഞ്ഞോളൂ സാർ. മുജീബ്, മലപ്പുറം ജില്ല. എവിടുന്ന് വിളിക്കുന്നു? മലപ്പുറം. ഓക്കെ, സംസാരിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ. മലപ്പുറം ജില്ല, കാളികാവ്. കേൾക്കുന്നുണ്ട് സാർ, ചോദിച്ചോളൂ. ഹലോ, ജലദോഷം പിടിക്കുമോ? ടിവിയുടെ വോളിയം മ്യൂട്ട് ചെയ്ത് വെക്കാമോ? ഹലോ, ചോദിച്ചോളൂ. ജലദോഷം പിടിക്കുമ്പോഴേ കുട്ടിക്ക് കേൾവി കമ്മിന്റെ ഇത് വരുന്നുണ്ട്. അത് VRC ചെന്ന് പരിശോധിച്ചപ്പോ കേൾവി കുറച്ച് കമ്മിയാവുന്നില്ലാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ വേറെ ടെസ്റ്റ് നടത്തേണ്ടി വരുമെന്നുള്ളതാണ്. എവിടെയാണ് കേൾവിയുടെ ടെസ്റ്റ് നടത്തിയത്? VRC ഓഡിയോളജിസ്റ്റ് ആണോ ടെസ്റ്റ് നടത്തിയത്? അതെ. എന്നിട്ട് അവരെന്ത് പറഞ്ഞു? ഓഡിയോളജിസ്റ്റ് എന്ത് പറഞ്ഞു? ഒരു ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് എത്ര വയസ്സുള്ള കുട്ടിയാൻ പറ്റിയാ നമ്മൾ പറയുന്നത്? 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പം ഒരു പഠിച്ച ഓഡിയോളജിസ്റ്റ് നെക്സ്റ്റ് എവിടെയാ പ്രോബ്ലം എന്ന് കണ്ടെത്തിയ ശേഷം അതിന്റെ മാനേജ്മെന്റ് സ്ട്രാറ്റജി കറക്റ്റായിട്ട് പറഞ്ഞു തരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു വേറൊരു സെന്ററിൽ പോയി കേൾവിയുടെ ടെസ്റ്റ് വേണേ റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണേ എടുക്കാം. ഉണ്ടല്ലോ. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാമോ? കേൾവിക്കില്ലേ ചെവിയിൽ വെക്കണല്ലോ ഹിയറിംഗ് എയ്ഡ്. ഹിയറിംഗ് എയ്ഡ് ഇപ്പൊ ഉണ്ടോ? അത് വെക്കേണ്ടി വരുന്നല്ലാണ് പറഞ്ഞത്. ഓക്കെ, വെക്കേണ്ടി വരും. കാരണം നമ്മൾ കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയല്ലേ. നമ്മള് കൊച്ചിന്റെ പഠിത്തത്തിൽ ഈ കേൾവി പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം കൊച്ചു നന്നായിട്ട് കേട്ടാൽ മാത്രമേ ഉള്ളൂ സ്കൂളിലും പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഭാഷ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അത് അടുത്തുനിന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നും, കുറച്ച് വിട്ടുന്നാള് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ആണ്. അപ്പം കേൾവി കുറവുണ്ട്. അപ്പം ടെസ്റ്റിലൂടെ കണ്ടെത്തിയല്ലോ. അപ്പം ശ്രവണസഹായി വെക്കണം. ശ്രവണസഹായി വെക്കുമ്പോൾ അവർ പ്രത്യേകം പറഞ്ഞു കാണും ചെവിയുടെ പുറകിൽ വെക്കുന്ന ശ്രവണസഹായികളാണ് കൊച്ചു കുട്ടികൾക്ക് വെക്കുന്നത്. അപ്പം അതിനനുസരിച്ച് ഓരോ 2 വർഷം കൂടുമെങ്കിലും കേൾവിയുടെ ടെസ്റ്റിംഗ് നടത്തിയിട്ട് അതനുസരിച്ച് ഹിയറിംഗ് എയ്ഡ് റീപ്രോഗ്രാം ചെയ്യണം. കേൾവിക്കുറവ് വ്യത്യാസപ്പെടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് റീപ്രോഗ്രാം ചെയ്യണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എന്തോ? ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണുമെന്ന് ഡോക്ടേഴ്സ്, ഓഡിയോളജിസ്റ്റ് കാണുമായിരിക്കും. പല സ്ഥലത്തും കാണും. എനിക്ക് വ്യക്തമായിട്ട് അറിയാമല്ല ഏതൊക്കെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ പല ജില്ലാ ആശുപത്രികളിലും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ പലതും ഉണ്ട്, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും ഉണ്ട്. അവിടെ ഹിയറിംഗ് എയ്ഡ് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും അത് പ്രൈവറ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ശ്രവണസഹായി കൊടുക്കുന്നത് പൊതുവായിട്ട്. വിളിച്ചതിൽ നന്ദി. നമുക്ക് അടുത്ത കോളുണ്ട് സർ. ഹലോ. നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ മാം. ബിജിഷ. എവിടുന്ന് വിളിക്കുന്നു? കണ്ണൂരിന്ന്. ഓക്കെ, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ സർ. ഹലോ. അതായത് ഈ ചെവിയില് പഴുപ്പ് വന്നിട്ട് ഓട്ട ഉണ്ടാവുന്നുണ്ടല്ലോ, അതെന്തുകൊണ്ടാണ്? ജന്മന ഉണ്ടാവുന്നതാ? അല്ല, അത് പല രീതിയിലാണ്. ചിലപ്പം നമുക്ക് ജന്മനാൽ ഉണ്ടാകുന്ന ഇതിനേക്കാൾ ഉപരിയായിട്ടും ഇൻഫെക്ഷൻ കൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇൻഫെക്ഷൻ കൊണ്ട് പിന്നീട് ഇപ്പം നമ്മൾ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുക, ശരിക്കും നമ്മൾ ചെവിയിൽ ഇടാൻ വേണ്ടിയിട്ട് ചെവി കായ എടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ആൾക്കാര് നമ്മൾ ബഡ് ഉപയോഗിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്സ് ഉപയോഗിക്കരുത്. ഇപ്പം കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് അവരെ ഈ ബഡ്സ് വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ചെവിയിലിട്ട് കഴിയുമ്പോൾ മറ്റേ ആൾ ഓടി വന്നൊന്ന് തല്ലുവോ എങ്ങനെ ഒന്ന് ടാക്കിൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ അന്നേരം ഇയർഡ്രം പൊട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
ബഡ്സ് ഉപയോഗിക്കരുത്. പല കാരണങ്ങൾ കൊണ്ടും ഈ ഇൻഫെക്ഷൻ ഇതുണ്ടാകാം. ഈ നമുക്ക് ഇയർ ഡ്രമ്മിൽ തുളയുണ്ടാകാം. അതുകൊണ്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്, പഴുപ്പ് വരുന്നുണ്ടല്ലോ അല്ലേ? പഴുപ്പ് വരുന്നുണ്ടോ? മരുന്ന് മേടിക്കുന്നുണ്ടോ? ഡോക്ടർ ENT സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. അപ്പൊ അവര് ഓപ്പറേഷൻ ചെയ്താലേ കേൾവി ശക്തി കൂടുന്ന പറഞ്ഞത്. കേൾവിയുടെ ടെസ്റ്റ് നടത്തി നോക്കിയോ? നടത്തി നോക്കി. അപ്പം എന്തുകാരം കേൾവി കുറവുണ്ടെന്നാ പറഞ്ഞത്? ഹലോ പ്രശ്നം അനക്കല്ല. ഹലോ അത് എന്റെ റിലേറ്റീവിനാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് കേൾവിക്കുറവിന് പല കാഠിന്യമുണ്ട്. അപ്പം ഈ സുഷിരം കൊണ്ടുണ്ടാവുന്ന കേൾവിക്കുറവിന് എന്തോ കൊച്ചില് മുതലില്ല സർ. ഇപ്പൊ അടുത്ത 2-3 വർഷമായിട്ടേ ഉള്ളൂ. ആണ്. 2 ചെവിട്ടിലും ഉണ്ട്. ഓക്കെ. കഴിയുമെങ്കിൽ സർജറി നടത്തി അതിന്റെ ഓട്ട അടയ്ക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ കൊച്ചിന് നന്നായിട്ട് ഇപ്പം സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തണമെങ്കിലോ ഇപ്പം വെള്ളത്തിലൊന്ന് തലയൊന്ന് മുക്കണയിലോ ഒക്കെയും ഈ ഓട്ടയുണ്ടെങ്കിൽ നമുക്കതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം അത് പിന്നെയും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെയും ഈ വെള്ളം നമ്മള് കുളിക്കുന്ന വെള്ളമൊക്കെ നല്ല പ്യൂറാണെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. അത് ചെവിയുടെ മധ്യഭാഗത്തോട്ട് കടന്നു കഴിഞ്ഞാൽ ആ തല ചെരിച്ചാൽ പോലും ആ വെള്ളം പൂർണ്ണമായിട്ടും പുറത്തോട്ട് വരികയില്ല. അത് ശകലം അവിടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെയും അത് ജേംസും മൈക്രോ ഓർഗാനിസംസും വളരാനുള്ള നല്ല ഒരു ഏരിയ ആയിട്ട് മാറും. എന്നിട്ട് പിന്നെയും പഴുപ്പാകും. അത് ആ കുട്ടിക്കുണ്ടാവുന്ന ഇൻകൺവീനിയൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് ENT സ്പെഷ്യലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണമെങ്കിൽ എടുക്കാം. വേറൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കണ്ട് എന്നിട്ട് സർജറി നടത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളാണ് അൾട്ടിമേറ്റ്ലി തീരുമാനം എടുക്കുന്നത്, ആ കൊച്ചുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. താങ്ക്സ് ഫോർ കോളിംഗ്. നമുക്ക് അടുത്ത കോൾ ഉണ്ട് സർ. ഹലോ, നമസ്കാരം. സാമൂഹ്യ പാഠത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കായംകുളത്തുനിന്ന് പ്രമോദാണ്. ഓക്കെ, സംസാരിച്ചോളൂ സാറിനോട്. ഹലോ പ്രമോദ്. സാർ, എന്റെ കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ചെവിക്ക് ഭയങ്കര ചോർച്ചില്, 2 ചെവിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചോദിച്ചില്ല. അപ്പം വച്ചിടുകയും പിന്നെ തൂവലൊക്കെ വിട്ട് ഒരു ഇതാക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല, കേൾവി ശക്തി അങ്ങനൊന്നുമില്ല. ഓക്കെ, എന്ത് ചെയ്തു? ഇത്രയും ഈ പ്രശ്നം ഉണ്ടായിട്ട് എന്തെങ്കിലും ചെയ്തോ ഇതുവരെയായിട്ടും? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഡോക്ടറെ കാണിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ എപ്പോഴൊന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചോറിയും 2 ചെവി. ഓക്കെ, അപ്പം ചൊറിച്ചിലുണ്ടാകാനായിട്ട് അവിടെ എന്തെങ്കിലും ഓർഗാനിസംസ് ഉണ്ട്. അതാണ് ഇങ്ങനെ ഒരു കടി, നമുക്ക് വല്ലാണ്ട് ശക്തമായിട്ടുള്ള കടി വരുന്നത്. അതുകൊണ്ടാണ് എന്തെങ്കിലും കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെവിക്കാത്തിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ഇത് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് എന്ത് കൈ കിട്ടിയാലും നമ്മൾ ചെവിക്കാത്തിടാൻ നോക്കും, കയറുന്നതാണെങ്കിൽ. അപ്പം ആ ഓർഗാനിസംസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളൊരു മരുന്ന് കഴിക്കണം. ആ മരുന്ന് ENT സ്പെഷ്യലിസ്റ്റ് ആണ് അത് കൈകാര്യം ചെയ്യുന്നത്. അവരതിനെപ്പറ്റി ആധികാരികമായിട്ട് പഠിച്ച ഇയർ നോസ് ആൻഡ് ത്രോട്ട് സ്പെഷ്യലിസ്റ്റ്, ENT എന്ന് പറയുന്നത് ഷോർട്ട് ഫോം ആണ്. അവരെ പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അതിനെ പറ്റിയ മരുന്ന് തന്ന് അത് 5 ദിവസമോ വാട്ടവർ ഇറ്റ് മേ ബി, അതിന്റെ ഫ്രീക്വൻസി എന്താണ്, അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കടി കുറയും. അല്ല, നമ്മളത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് അബദ്ധമാണോ? അത് എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത്? നമ്മൾ അനാവശ്യമായിട്ടുള്ള ആൾക്കാരെ എല്ലാം പോച്ച് ചാടിക്കണ്ടേ? അതിനെ വെച്ചോണ്ട് നമുക്ക് ഈ കടി ഒരു അരോചകമാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ഇത് പോയിട്ട് ഇത് അബദ്ധമാവുമെന്നറിയാനാ, ഇനി പ്രശ്നമാവും. നമുക്ക് സാധാരണ ഇപ്പൊ ചെവി ഓർച്ചിലേ ഉള്ളൂ, ലാസ്റ്റ് പോയി മരുന്ന് ചെയ്ത് വല്ല കേൾവിക്കുറവാകുമോ എന്നുള്ളൊരു പേടി കൊണ്ട് ചോദിച്ചു. ഇല്ല, അത് പഠിച്ച ഒരാളുടെ അടുത്ത് പോയാൽ മതി. ഇത് പഠിക്കാത്തൊരു കൈകാര്യം ചെയ്യുമ്പോഴാണ് ചിലപ്പം പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പം ഈ കടി ഒരു ചെവി മാത്രമാണെന്ന് വിചാരിച്ചു. ഇപ്പം ചേട്ടന് 2 ചെവിയിലും കടിയുണ്ടല്ലോ. ഒരു ചെവിയിൽ മാത്രം കടിയുള്ള ഒരു വ്യക്തി എന്നാ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഈ ബഡ് ഇട്ടിട്ട് അതേ ബഡ് തന്നെ മറ്റേ ചെവിയിലും കൂടെ കൊണ്ടു ഇടും. അപ്പം ഈ ഒരു ചെവിയിലുള്ള വലത് ചെവിയിലാണ് ഇപ്പം കടിയുള്ളെന്ന് വിചാരിക്കുക. വലത് ചെവിയിലുള്ള ഈ മൈക്രോ ഓർഗാനിസംസ് ഇടത് ചെവിയിലും കൂടെ കൊണ്ടിടും. അത് സംഭവം അങ്ങനെ തന്നെയാണ്. ആണ്. ഓക്കെ, അപ്പം 2 ചെവിയിലുമായി. ഇനിയിപ്പം ഈ സാധനം വേറെ കുട്ടികളിലോ വേറെ ഒരാൾ ചെവിയിലിട്ട് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് കഴിവതും ഇത് ടാക്കിൾ ചെയ്യാൻ നോക്കുക. അത് കൺസൾട്ട് കൺസേൺ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നിനെ പറ്റിയും ആധികാരികമായിട്ട് പഠിച്ചയാളുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ വഞ്ചനയിലും ചതിയിലും ഒന്നും പിടിയല്ല. ഓക്കെ, വിളിച്ചതിൽ നന്ദി. സർ, നേരത്തെ കോളറിനോട് സൂചിപ്പിച്ച പോലെ തന്നെ ഈ മേഖലയിൽ നിലവിൽ എന്തെങ്കിലും കബളിപ്പിക്കൽ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? നമുക്ക് എങ്ങനെ ജനത്തിന് തിരിച്ചറിയാൻ സാധിക്കുന്നത്?
തീർച്ചയായിട്ടും ഒത്തിരിയേറെ പറ്റിക്കല്. കേരളക്കാർക്ക് എപ്പോഴും അബദ്ധങ്ങൾ പറ്റിയിട്ട് അവരതിനെപ്പറ്റി റിഗ്രറ്റ് ചെയ്യുന്ന ഒരു പ്രവണത പല മേഖലകളിലും നമ്മൾ അബദ്ധങ്ങളിലൂടെ ചെന്ന് ചാടുന്നുണ്ട്. ഈ കേൾവിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓഡിയോളജിസ്റ്റിനെയാണ് കാണേണ്ടത് എന്ന് പലർക്കും ധാരണയില്ല. എന്തിനും ഏതിനും ഡോക്ടറാണ് ഒരു എല്ലാത്തിന്റെയും പ്രതിവിധി, അവസാന വാക്ക്. ഒരു നിസ്സാര അസുഖത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ 8 കൂട്ടവും 10 കൂട്ടം മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ബിജു പ്രഭാകർ സെപ്റ്റംബർ 4 എഴുതിയിരുന്നു. ഇവിടുത്തെ ജില്ലാ കളക്ടർ മരുന്ന് വിപണിയിലെ കൊള്ള. വിദേശത്ത് ഞങ്ങള് 13 വർഷം അവിടെ ഓസ്ട്രേലിയയില് ഒരു അസുഖമായിട്ട് പോയി കഴിഞ്ഞാൽ ഒരു മരുന്നാണ് കിട്ടുന്നത്. ഒരു മരുന്നേ തരാറുള്ളൂ. ആ മരുന്നിന്റെ ബ്രാൻഡ് നെയിം എഴുതാനായിട്ട് അവർക്ക് അവിടുത്തെ മെഡിക്കൽ അസോസിയേഷൻ അലോ ചെയ്യത്തില്ല. ഫാർമക്കോളജിക്കൽ നെയിം മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഒരു പർട്ടിക്കുലർ കമ്പനിയോട് അവർക്ക് യാതൊരു അഫിലിയേഷനും ഇല്ല. ആ മരുന്നുമായിട്ട് നമ്മൾ ഫാർമസിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഫാർമസിസ്റ്റ് പറയും ജനറിക് മെഡിസിനുണ്ട്, വില കൂടിയ മരുന്നുമുണ്ട്, രണ്ടിന്റെ അകത്തെ കണ്ടന്റ് സെയിമാണ്. നിങ്ങളുടെ രോഗം ഭേദമാകും അല്ലെങ്കിൽ ആ സിംറ്റം ഭേദമാകും ഏത് കഴിച്ചാലും. മലയാളികളും ഇന്ത്യക്കാരും എല്ലാം വില കുറഞ്ഞ മരുന്നാണ് മേടിക്കുന്നത്. അവരെല്ലാം ഈ സിംറ്റംസ് അസുഖവും പോകുന്നുണ്ട്. അപ്പം നമ്മള് ഈ പണ്ടമാനം വില കൂടിയ മരുന്നുകൾ കഴിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കണ്ടന്റ്, അതിന്റെ അകത്തുള്ള കണ്ടന്റ് സെയിം ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ചോദിച്ച ചോദ്യം എന്തെങ്കിലും കബളിപ്പിക്കൽ. ഇപ്പൊ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒത്തിരിയേറെ കണ്ടു. നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരാം ശ്രവണ സഹായി, 800 രൂപയേ ഉള്ളൂ, 3300 രൂപയേ ഉള്ളൂ. ഞാൻ ഇത് കണ്ട് വിളിച്ചപ്പോ ഞാൻ അനുഭവപ്പെട്ടാലേ ഉള്ളൂ. പുട്ട് യുവർ സെൽഫ് ഇൻ അതർ മാൻ ഷൂസ് എന്ന് പറഞ്ഞാൽ അവരുടെ സിറ്റുവേഷനിൽ നമ്മളായാലേ ഉള്ളൂ നമുക്ക് അവരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റൂ. ഞാൻ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പം അവര് പറയുന്നത്, ഞാൻ ചോദിച്ചു കേൾവിയുടെ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ, ആരാ നടത്തുന്നത്, നടത്തിയിട്ടാണോ ഈ ശ്രവണ സഹായി കൊടുക്കുന്നത്? അതൊന്നുമില്ല. അതിനൊന്നും മറുപടിയില്ല. അവര് പറഞ്ഞ് ഇത് ജർമ്മൻ നിർമ്മിതമാണ്. ഞാൻ അവിടെ വെച്ച് അങ്ങ് ഫോൺ സ്റ്റോപ്പ് ചെയ്തില്ല, ബ്രാൻഡ് നെയിം പറയാൻ പറഞ്ഞു. അത് ഏത് കമ്പനിയുടെ പേര്. അവർ വളരെ കഷ്ടപ്പെട്ട് 5 മിനിറ്റ് കൊണ്ട് അവർ പറഞ്ഞ് ഒരു കമ്പനിയുടെ പേര്. ഞാൻ കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഞാൻ എന്നിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി. അവൻ ചൈനീസ് കമ്പനിയാണ്, ജർമ്മൻ കമ്പനിയാണെന്നാ പറയുന്നത്. ഇതേപോലെ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ എത്ര നമ്മുടെ കാരണവന്മാർക്ക് അല്ലെങ്കിൽ പ്രായം ചെന്ന എൽഡർലി പോപ്പുലേഷന് സാധിക്കും, എത്രവർക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. അപ്പം ഇവര് പറയും വീട്ടിൽ കൊണ്ടുവന്ന് തരാം, ശ്രവണ സഹായി വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം പരിഹരിക്കും, ടെസ്റ്റ് ഒന്നും നടത്തുന്നില്ല, 3300 സ്ഥാനം വെക്കും. ഇതിന് ഹിയറിംഗ് എൻഹാൻസർ എന്നാണ് പറയുന്നത്. ശ്രവണ സഹായി ഇത് ഡിജിറ്റലി പ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഒരു ശ്രവണ സഹായി അല്ല. അത് അത് ചുമ്മാ ഒച്ച കൂട്ടിക്കൊടുക്കുമ്പോൾ അതിന് കംപ്രഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഒന്നുമില്ല. അതായത് അമിത ശബ്ദം കൂടുമ്പോൾ ശബ്ദത്തെ കുറച്ച് ഔട്ട്പുട്ട് കുറച്ചാണ് നമുക്ക് കൊള്ളാവുന്ന കമ്പനികളുടെ ശ്രവണ സഹായിലൂടെ എന്താണ് സാധ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർബർ. ഇപ്പൊ നമ്മൾ കാറിൽ ഓടിക്കുന്നു, ഈവൻ സൈക്കിളിൽ പോലും നമ്മൾ ചവിട്ടുമ്പോൾ ഷോക്ക് അബ്സോർബ് ചെയ്യാനുള്ള 2 സ്പ്രിങ് പഴയ സൈക്കിളിൽ ഇരിക്കുന്നതിന്റെ സീറ്റിന്റെ താഴെ ഇരിപ്പുണ്ട്. ഇത് പലർക്കും അറിയാവോന്ന് എനിക്കറിയാൻ മേല. അപ്പം കൂടിയ സൈക്കിളിലൊക്കെ ഷോക്ക് അബ്സോർബർ തന്നെയുണ്ട്. അപ്പം ഈ ശബ്ദം കൂടുമ്പോൾ അത് അരോചകമാകാത്ത രീതിയിൽ നമ്മുടെ ചെവിയിൽ എത്തിക്കുക എന്നുള്ളത് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ശ്രവണ സഹായികളിലുള്ള ഒരു ഫീച്ചറാണ്. ആ ഫീച്ചർ വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പറിക്കും ഒച്ച കൂടും. അപ്പം അതൊരു തരത്തിലുള്ള തട്ടിപ്പ്. വീട്ടിൽ കൊണ്ടുവന്ന് തരാം, ഇത്ര രൂപയുള്ളതെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള തട്ടിപ്പ്. പിന്നീടുള്ള തട്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാത്ത ആൾക്കാർ RCI രജിസ്ട്രേഷൻ ഇല്ലാത്ത റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഉള്ള ഓഡിയോളജിസ്റ്റുകളാണ് കേൾവിയുടെ ടെസ്റ്റ് നടത്തുന്നതും ശ്രവണ സഹായി ഫിറ്റ് ചെയ്യേണ്ടത്, പ്രോഗ്രാം ചെയ്യേണ്ടതും. അതില്ലാത്ത പലരും ഇതിന്റെ അകത്ത് ഇച്ചിരി ലാഭം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും തുടങ്ങി മാഞ്ചിയം കൃഷിയോ അതേപോലെ വനില കൃഷിയോ 10 പൈസ ലാഭം ഉണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കും. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ ഇപ്പൊ ഹിയറിംഗ് എയ്ഡ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആര് വിൽക്കുന്നു എന്നുള്ളതിനെ പറ്റി അവരധികം ലീസ്റ്റ് ബോധേഡ്. അവർക്ക് സാധനം വിറ്റഴിക്കപ്പെടണം എന്നുള്ളത് മാത്രമാണ് അവരുടെ ഇൻട്രസ്റ്റ്. പക്ഷേ ഒരു ക്ലിനീഷ്യനെ സംബന്ധിച്ചിടത്തോളം, പഠിച്ച ഒരു ഓഡിയോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്ലയന്റിന് നല്ല റിസൾട്ട് കിട്ടണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ അവർ 2 വർഷമോ 5 വർഷമോ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അപ്പം നമുക്ക് ക്ലയന്റിനോടൊരു കടപ്പാടുണ്ട്. നമ്മൾ അവരോട് പൈസ മേടിക്കുമ്പോൾ അവർക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകണം. അത് വേണം. നമുക്ക് ആ ഒരു എത്തിക്സ് ഉണ്ടല്ലോ, ഏതിന്റെ അകത്തും ഏത് പ്രവൃത്തി ചെയ്യുന്നതിന്റെ അകത്തും ഒരു മനസാക്ഷി വേണം, ആത്മാർത്ഥത വേണം. ആത്മാർത്ഥ ഇല്ലാതെ എന്ത് ചെയ്താലും പിന്നീട് ഇത് കണ്ടുപിടിക്കപ്പെടും. കാരണം
എത്രയോ നാളുകൾ കേരളത്തിൽ ലാബുകൾ വർക്ക് ചെയ്തു. കഴിഞ്ഞ മാസം കണ്ട ഞാൻ പത്രത്തിൽ ന്യൂസ് കണ്ടത്, ലാബുകളിൽ റെയ്ഡ് നടത്തിയപ്പോൾ ഡിസ്പോസിബിൾ സിറിഞ്ചുകൾ വെറും 50 എണ്ണം, അവിടെ വരുന്ന പേഷ്യന്റിന്റെ എണ്ണം 500. അപ്പോൾ ഡിസ്പോസിബിൾ സിറിഞ്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഒരേ സിറിഞ്ച് തന്നെ 4-5 പേർക്ക് ആവർത്തിക്കുന്നത്. അപ്പൊ ഒരാൾക്കുള്ള അസുഖം മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ആക്ട് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ DMO, ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ പോലെയുള്ള തസ്തികയിലിരിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ, ബ്യൂറോക്രാറ്റ്സ്, ഇത്രയും നാളെടുത്ത് കഴിഞ്ഞ മാസമാണ് ഈ ഒരു ആക്ഷൻ എടുക്കുന്നത്. അതേപോലെ ഹിയറിംഗ് എയ്ഡ് ഇൻഡസ്ട്രിയിലും കേൾവി പരിശോധനാ സെന്ററുകളിലും രജിസ്ട്രേഷൻ ഉള്ള ആൾക്കാരാണോ ഇത് നടത്തുന്നത്, അവർക്കുള്ള യോഗ്യതയുണ്ട്. അപ്പൊ ഭാര്യയുടെ ലൈസൻസ് വെച്ച് ഭാര്യ ഓഡിയോളജിസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഭർത്താവാണ് ഹിയറിംഗ് എയ്ഡ് എല്ലാം പ്രോഗ്രാം ചെയ്യുന്നത്. അങ്ങനെ പല സെന്ററുകളും ഉണ്ട്. അതുകൂടാതെ ഒരാളുടെ ലൈസൻസിൽ 10 സെന്ററുകൾ പ്രവർത്തിക്കുന്ന. ഒരുപാട് കബളിപ്പിക്കൽ ഈ ഒരു മേഖലയിലുണ്ട്. ജനം തിരിച്ചറിയുക തന്നെ വേണം. തീർച്ചയായിട്ടും അവർ ഹോംവർക്ക് ചെയ്യണം, അവര് പഠിച്ച ആൾക്കാരെ അടുത്ത് പോകണം. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും വഞ്ചനയ്ക്ക് ഇടയാകും. ദുഃഖിച്ചിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ ചെയ്യേണ്ട ഹോംവർക്ക് നിങ്ങൾ ചെയ്യണം. ഓക്കെ സർ, ഇന്ന് നമ്മുടെ സാമൂഹ്യ പാഠത്തിന്റെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ് സർ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഒരുപാട് കോൾസ് നമുക്ക് വരുന്നുണ്ട്. സാറിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ദൂരദർശൻ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ പ്രേക്ഷകർക്ക് ലഭിക്കുന്നതാണ്. വളരെയധികം നന്ദിയുണ്ട് സർ പ്രോഗ്രാമിൽ വന്നത്. ഇന്നത്തെ സാമൂഹ്യ പാഠം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും ഇതേ സമയം. അതുവരെ നന്ദി, നമസ്കാരം.